ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇത് ഞാൻ ഉരുളിയിലാണ് ചെയ്തെടുക്കുന്നത്. ഉരുളി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെരുംജീരകമൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ 3 എണ്ണം എടുക്കാം. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നല്ല രീതിക്ക് സോഫ്റ്റായി വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. നമുക്കൊന്നുകൂടെ വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നല്ല രീതിക്ക് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു പീസ് ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാൻ മറക്കരുത്. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. പിന്നെ പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എരിവ് വേണം. പിന്നെ ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചതായതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ചതൊക്കെ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിൽ മസാലയൊക്കെ നല്ല രീതിക്ക് പിടിച്ച് കിട്ടുന്ന രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചിക്കനിൽ നിന്നൊക്കെ നല്ല രീതിക്ക് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിത് കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ വേണം. അതുകൊണ്ടാണ് അധികം വെള്ളം ചേർത്ത് കൊടുക്കാത്തത്. എന്നിട്ട് ഞാനിത് വീണ്ടും നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണേ. പിന്നെ ഇടയ്ക്ക് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് വീണ്ടും ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ചിക്കനിൽ നിന്നൊക്കെ നല്ല രീതിക്ക് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് വീണ്ടും നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്നുകൂടെ കുക്കാവാനുണ്ട്. ഇവിടെ ചിക്കനൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ നമ്മൾ ഇതിൽ പച്ചമുളകൊന്നും അധികം ചേർത്ത് കൊടുത്തിട്ടില്ല. ലാസ്റ്റ് മാത്രമേ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊക്കെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്നു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ തുറന്നു വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു കളറ് വരുന്നത്. നമ്മളിത് തുറന്നു വെച്ചിട്ട് എത്ര സമയം ഇതുപോലെ ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നോ അതിനനുസരിച്ചിട്ട് ഇതിന് കളറും വരും കേട്ടോ. നല്ല ഡാർക്ക് കളറായി വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. ഞാനിത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഇത് വറ്റിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് ചെറുതായിട്ട് ഒന്നുകൂടെ വറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്കിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും പിന്നെ ബ്രെഡിൻ്റെ കൂടെ വരെ അടിപൊളിയാണ്. പിന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.